അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഒരു ചോദ്യം. നിങ്ങൾ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടോ? പക്ഷേ ആ തൗബ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിശദീകരിച്ച അള്ളാഹു ഒരു അടിമയുടെ തൗബ സ്വീകരിച്ചതിൻ്റെ 5 പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അവസാനം പറയുന്ന ലക്ഷണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒന്നാമതായി, ആദ്യം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹു ഒരാളുടെ തൗബ സ്വീകരിച്ചുവെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ അറിവിലാണ്. എന്നാൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത ഒരാളിൽ കാണപ്പെടുന്ന ചില നല്ല മാറ്റങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന അടയാളങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലക്ഷണം, പാപത്തിലേക്ക് വീണ്ടും മടങ്ങാൻ മനസ്സ് ആഗ്രഹിക്കാതിരിക്കുക. മുമ്പ് ചെയ്ത പാപം ഓർക്കുമ്പോൾ സന്തോഷമല്ല, മറിച്ച് ഹൃദയത്തിൽ ഖേദമാണ് ഉണ്ടാകുന്നത്. ആ പാപം വീണ്ടും ചെയ്യാതിരിക്കാൻ അവൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഇതാണ് സത്യസന്ധമായ തൗബയുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്ന്. ഇനി രണ്ടാമത്തെ ലക്ഷണം നോക്കാം. നല്ല അമലുകളിലേക്ക് ഹൃദയം ആകർഷിക്കപ്പെടുക. മുമ്പ് നമസ്കാരം ഭാരമായി തോന്നിയിരുന്ന ഒരാൾക്ക് ഇന്ന് അത് പ്രിയപ്പെട്ടതായി മാറുന്നു. ഖുർആൻ ഓതാൻ മനസ്സ് ആഗ്രഹിക്കുന്നു. ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും താൽപ്പര്യമുണ്ടാകുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മൂന്നാമത്തെ ലക്ഷണം, ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു ലക്ഷണമാണ്. പാപം ഓർക്കുമ്പോൾ ഹൃദയം വേദനിക്കുക. ഒരു വിശ്വാസി തൻ്റെ പഴയ ജീവിതം ഓർത്ത് അള്ളാഹുവിനോട് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. അവൻ സ്വന്തം പാപത്തെ നിസ്സാരമായി കാണുന്നില്ല. ഈ ഖേദം തന്നെയാണ് തൗബയുടെ ആത്മാവ്. നാലാമത്തെ ലക്ഷണം, നല്ല കൂട്ടുകാരെ തേടുക. മുമ്പ് പാപത്തിലേക്ക് നയിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്ന് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. കാരണം നല്ല സുഹൃത്തുക്കൾ തൗബയിൽ ഉറച്ചു നിൽക്കാൻ വലിയ സഹായമാണ്. ഇനി അവസാനവും വളരെ പ്രധാനപ്പെട്ടതുമായ ലക്ഷണം, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുക. തൗബ ചെയ്ത ഒരാൾ നിരാശനാകുന്നില്ല. അള്ളാഹു തൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന പ്രതീക്ഷ അവൻ്റെ ഹൃദയത്തിൽ വളരുന്നു. കാരണം അള്ളാഹു അത്യധികം പൊറുക്കുന്നവനും അത്യധികം കരുണയുള്ളവനുമാണ്. പ്രിയ സഹോദരങ്ങളെ, തൗബ ഒരൊറ്റ ദിവസത്തെ കാര്യമല്ല, ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു യാത്രയാണ്. ഓരോ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ തൗബ ചെയ്യുന്നവരാണ്. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. ആരും കാണാത്ത സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടാം. പാപം സംഭവിച്ചാൽ വൈകാതെ തൗബ ചെയ്യാം. ഒരിക്കലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് നിരാശപ്പെടരുത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ എത്ര വലിയ പാപിയായിരുന്നാലും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവൻ്റെ കരുണയുടെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. പക്ഷേ നാളെ തൗബ ചെയ്യാം എന്നു കരുതി വൈകിക്കരുത്. കാരണം നമ്മുടെ ആയുസ് എപ്പോൾ അവസാനിക്കുമെന്ന് നമ്മളിൽ ആർക്കും അറിയില്ല. ഇന്നു തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കാം. ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഖേദിക്കാം. ഇനി ആ പാപങ്ങളിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കാം. ഓർക്കുക, അള്ളാഹുവിൻ്റെ കരുണ നമ്മുടെ പാപങ്ങളെക്കാൾ എപ്പോഴും വലുതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. ആത്മാർത്ഥമായ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും നല്ല അന്ത്യം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ദിക്ർ തെറാപ്പി എന്ന
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.